കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴപ്പിണ്ടിയും മുതിരയും വെച്ചിട്ടുള്ള ഒരു നാടൻ ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ടേസ്റ്റിയായ ഉപ്പേരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മുതിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വാഴപ്പിണ്ടി ഒന്ന് കട്ട് ചെയ്യണം, അതുപോലെ മുതിരി ഒന്ന് വറുത്തെടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാഴപ്പിണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ രീതിയിലൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇതിൻ്റെ നൂലെല്ലാം ചുറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് നൂല് കണ്ടില്ലേ, ഈ നൂലെല്ലാം ചുറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കുഞ്ഞിതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് വലിപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി അത്ര ടേസ്റ്റും ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുഴുവനും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ ഇതിട്ട് വയ്ക്കുക. കണ്ടില്ലേ, ഇനി ഇതിൽ ഇനിയും ഉണ്ടാവും കേട്ടോ നൂല്. അത് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിലുള്ള നൂലൊക്കെ കിട്ടും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ നൂലൊക്കെ ബാക്കിയുള്ളതും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുതിര ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് മുതിര ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായ ചട്ടിയിലേക്ക് വേണം നമ്മൾ മുതിര ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി മുതിര ഒന്ന് പൊട്ടി തുടങ്ങും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. വെറുതെ മുതിര ഉപ്പേരി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇത് കഴുകിയിട്ട് നന്നായി അരിച്ചെടുക്കണേ. ഇതിൽ നല്ലതുപോലെ കല്ലുണ്ടായിരിക്കും. എനിക്കിവിടെ കിട്ടുന്ന മുതിരയിലൊക്കെ നന്നായിട്ട് കല്ലുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട്, അതുപോലെ മുതിരയും കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വാഴപ്പിണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിലൊന്നും വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു എനിക്കിത് കുക്കായി വരാനായിട്ട്. കണ്ടില്ലേ, ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ ഉപ്പേരികളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാൻ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം വറ്റൽമുളക്, നമ്മൾ നേരത്തെ മുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എരിവിന് ആവശ്യമായ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് ഈ താളിച്ചത് അതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയായ മുതിരയും വാഴപ്പിണ്ടിയും വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നാടൻ ഉപ്പേരിയാണ്. അപ്പോൾ ഇതുപോലെ വാഴപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ആരും കളയാതെ ഇതേപോലെയൊക്കെ തയ്യാറാക്കി നോക്കണേ. നല്ല ഹെൽത്തി ഫുഡാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ വാഴപ്പിണ്ടിക്കെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. താങ്ക് യു.